പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കാസ് വിശേഷം 14:33 വചനം വെളിപ്പെടുത്തുകയാണ്. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിലാർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉപേക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ സമ്പത്ത് ഉപേക്ഷിക്കുക, അങ്ങനെയൊക്കെയാണ്. അത് സമ്പത്ത് അത് മാത്രമല്ല സഹോദരങ്ങളെ, അതായത് ലോകത്തിലേക്ക് നമ്മെ ലോകത്തിൻ്റെ ഭ്രമങ്ങൾ, അത് സമ്പത്താണെങ്കിൽ സമ്പത്ത്, അസൂയ, സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ലോകത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്നത് എന്താണോ അതിനെ ഉപേക്ഷിക്കാനായിട്ടാണ്. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഇത് ഉപേക്ഷിക്കണമെന്നല്ല, ഇതുപോലെ എന്തൊക്കെ നമ്മളെ ശരിക്കും ലോകവുമായിട്ട് ശരിക്കും അങ്ങോട്ട് ബന്ധിച്ചിടുന്ന സംഭവങ്ങളുണ്ടോ അത് ഉപേക്ഷിക്കാതെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാവുക പ്രിയ സഹോദരങ്ങളെ അസാധ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഇതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗമിച്ച വ്യക്തി എന്ന് പറയുന്നത് ഫ്രാൻസിസ് അസീസി, രണ്ടാം ക്രിസ്തു എന്നല്ലേ അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് എല്ലാം ഉപേക്ഷിച്ചിരുന്നു. ഫ്രാൻസിസിൻ്റെ എത്രയോ സന്യാസ സഭകളാണ് ഫ്രാൻസിസ്കൻ ആത്മീയത. നമ്മുടെ കപ്പുച്ചനച്ചന്മാർ ഫ്രാൻസിസിൻ്റെ അല്ലേ, ഫ്രാൻസിസ് ഓഫ് അസീസി. നമ്മുടെ മാർപ്പാപ്പ തന്നെ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ പേരാണ് എടുത്തിട്ടുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ശരിക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ വ്യക്തികളുണ്ടാകാം, ചിലപ്പോൾ ചില വസ്തുക്കളുണ്ടാകാം, ചില സുഖങ്ങളുണ്ടാകാം, അങ്ങനെ പലതും. നമ്മളതിനങ്ങോട്ട് ഈശോയ്ക്ക് വേണ്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോൾ, സ്വന്തം എന്ന് കരുതുന്നതിനേക്കാണ്ട് വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന അഭിഷേകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രമാത്രം ഒരു ഉന്നതമായ ഒരു അനോയിന്റിങ് കർത്താവ് നമുക്ക് നൽകി. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ഇന്ന് ഞാൻ എൻ്റേതായിട്ട് ഈശോ ആഗ്രഹിക്കാത്ത എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ തെറ്റൊന്നും ആയിരിക്കണം എന്നില്ല, എങ്കിലും ചില സാധനങ്ങളൊക്കെ അങ്ങോട്ട് വേണ്ട കർത്താവ്, എനിക്ക് വേണ്ട, എനിക്ക് നീ മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന സമയത്ത് ഭയങ്കരമായൊരു സ്ട്രഗിൾ നമുക്കുണ്ടാകും. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, ഈശോ നമ്മെ സ്വന്തമായിട്ട് അങ്ങോട്ട് ചേർത്ത് നിർത്തും. ഹല്ലേലൂയ. നാളെ നോക്കിയേ, സാബത്ത് ദിനമാണ്. നന്നായിട്ട് ബലിയർപ്പിച്ചേക്കണം. ഷോർട്ട് മാസ് 1 മണിക്കൂർ 55 മിനിറ്റ്. ആ വികാരിച്ചന്മാർക്ക് ഞാനിപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്താണെങ്കിൽ, വികാരിച്ചന്മാർക്ക് ദൈവജനം നൽകുന്ന ഉപദേശങ്ങളിൽ ഒരു ഉപദേശം, 1 മണിക്കൂറൊക്കെ മതി കേട്ടോ, അല്ലെങ്കിൽ 1 മണിക്കൂർ 1:05 1.25 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പോകുന്നുണ്ടോ ആരും ഇവിടെ ഉണ്ട്. അങ്ങനെയൊന്നും ദൈവമക്കളെ, വികാരിച്ചന്മാരെ നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമില്ലേ. അവർ 10-12 വർഷമൊക്കെ സെമിനാരിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ചെയ്തോളൂ, അവർ നോക്കി കണ്ടൊക്കെ ചെയ്തോളൂ. നിങ്ങളുടേതായ ഉപദേശം ഈ കാര്യത്തിൽ, വേറെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഉപദേശമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. കുർബാന അർപ്പിക്കേണ്ട കാര്യത്തിൽ വികാരിച്ചന്മാരെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഉപദേശം അവർക്ക് ആവശ്യമില്ല എന്ന കാര്യം ഒന്ന് സൈഡിലൂടെ അച്ഛൻ പറയുന്നതിന് ഉള്ളൂ കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ശനിയാഴ്ച വലിയൊരു അഭിഷേകത്തിൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നൊരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചെല്ലാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.